ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നിരിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 കേസ് അപ്ഡേറ്റുകൾ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്നുള്ളത്. അതുപോലെ രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ, ന്യൂഡൽഹിയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിന്ന് വന്നിട്ടുള്ള കേസ് ഓർഡറിൻ്റെ അപ്ഡേറ്റുമാണ് എനിക്ക് ഈ വീഡിയോ സെഷനിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കേസ് അപ്ഡേറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി 28 ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇവിടെ കേസ് ഓർഡർ വന്നിരുന്നു. അത് ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു സ്റ്റേ ആപ്ലിക്കേഷനുമായിട്ട് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിനെ സമീപിച്ചിരുന്നു. എനിക്കൊന്ന് ഫെബ്രുവരി 11 ആണെന്ന് തോന്നുന്നു അത് ഫയൽ ചെയ്ത്. അതിൻ്റെ ഒരു ഹിയറിംഗ് 13 ഫെബ്രുവരിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഓർഡർ വന്നിരിക്കുകയാണ്. ഓർഡറിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജ്മെൻറ്റ് അവിടെ റേസ് ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ, എന്തായാലും ജനുവരി 28 വന്ന അതുമായിട്ട് ഓർഡറുമായിട്ട് അപ്പീൽ പ്രോസസ്സിന് ഹയർ കോർട്ട്, അപ്പെക്സ് കോർട്ട്, ഇവിടെ ഇപ്പം ഹയർ കോർട്ട് എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സ്റ്റെപ്സിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും കമ്മിങ് വീക്സിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പം ആ ഒരു സ്റ്റെപ്പ് ഇരിക്കുന്നത് കൊണ്ട് ഓൾറെഡി ജനുവരി 28 വന്ന കേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഹൈറിച്ചിന് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു ഓർഡറല്ല വന്നിരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് പെർമനൻറ്റ് അറ്റാച്ച്മെൻറ്റും ബാക്കിയുള്ള സെയിലൊക്കെ നടത്താം എന്നുള്ള ഒരു അറ്റാച്ച്ഡ് പ്രോപ്പർട്ടീസ് സെയിൽ നടത്താം എന്നുള്ളൊരു ഓർഡറാണ് അതിൻ്റെ അകത്ത് വന്നിരുന്നത്. അപ്പോൾ അതിനിപ്പോൾ സ്റ്റേ വന്നിരിക്കുകയാണ്. കാരണം ഫർദർ ഒരു തീരുമാനം ഹയർ കോർട്ടിൽ നിന്ന് ഉണ്ടാകുന്നത് വരെ ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ലേലം അല്ലെങ്കിൽ പബ്ലിക് ഓപ്ഷൻ അങ്ങനെ കോമ്പറ്റന്റ് അതോറിറ്റി ആ സ്റ്റെപ്സിലേക്ക് കടക്കരുത് എന്നുള്ള ഒരു ഡയറക്ഷനാണ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് എനിക്ക് ആ ഒരു കേസ് അപ്ഡേറ്റ് ഷെയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു വളരെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡെഫിനറ്റ്ലി ഹൈക്കോടതിയിൽ അതിൻ്റെ കോർട്ട് പ്രൊസീഡിങ്സ് നടക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി കമ്മിങ് വീക്കുകളിൽ അതിൻ്റെ വാദങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും അതാണ് ഫസ്റ്റ് കേസ് അപ്ഡേറ്റ്. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അപ്പലേറ്റ് ട്രിബ്യൂണൽ ന്യൂഡൽഹിയിലാണ്. അത് ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ വീഡിയോ സെഷനിൽ പറഞ്ഞിട്ട്, കഴിഞ്ഞ 1-2 വീഡിയോ സെഷനിൽ ഞാൻ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഓർഡേഴ്സ് വന്നിട്ടില്ലായിരുന്നു എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഓർഡറും വന്നിരിക്കുകയാണ്. അത് കേസ് പോസ്റ്റ് ചെയ്തത് ജനുവരി 14 ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്തത് അഡ്വക്കേറ്റ് നസീം മസീഹാണ്. ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ന്യൂട്ടൺസ് ലോ എന്ന ഒരു പുതിയ ലോ ഫേമും കൂടെ ഈ ഒരു ഓൾറെഡി അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറും മാർട്ടിൻ സാറും ആ ടീമിനോടൊപ്പം തന്നെ ന്യൂട്ടൺസ് ലോയും കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ടോ കാര്യം നാം ഏവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ അഡ്വക്കേറ്റ് നസീം മസീഹ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോയിലെ ലോയറാണ്. അപ്പോൾ പുള്ളിയായിരുന്നു 14 ജനുവരിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്ത്. ഹൈറിച്ചാണ് അവിടെ അപ്പീൽ പ്രോസസ്സുമായിട്ട് പോയത്. അപ്പോൾ അവിടുത്തെ കേസ് ഓർഡർ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് രാജേഷ് മൽഹോത്ര സാറിൻ്റെ ബെഞ്ചിലായിരുന്നു ആ കേസ് നടന്നത്. അവിടെ കേസ് ഓർഡർ വായിക്കുമ്പോൾ ഇതിൻ്റെ ഹൈറിച്ചാണ് അപ്പലൻറ്റ് നമ്പർ 1. അപ്പോൾ ഇതിന് റെസ്പോണ്ടൻ്റായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊച്ചിൻ ഓഫീസ്. അതുപോലെ 6 റെസ്പോണ്ടൻസ് ഉണ്ട്. അതിൻ്റെ ബാക്കി റെസ്പോണ്ടൻറ്റ് നമ്പർ 2 മുതൽ റെസ്പോണ്ടൻറ്റ് 6 വരെയുള്ള റെസ്പോണ്ടൻസ് ബഹുമാനപ്പെട്ട അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിന്ന് നോട്ടീസ് അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ലാത്തത് കൊണ്ട് അവരെ എക്സ് പാർട്ടി ആയിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. എക്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് കക്ഷി ചേരുവാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അന്ന് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊച്ചിൻ ഓഫീസിനെ റെപ്രസെൻറ്റ് ചെയ്തത് അഡ്വക്കേറ്റ് അനുപ ഭരദ്വാജ് ആയിരുന്നു. അപ്പോൾ അവർക്ക് മാത്രമാണ് ഇനിയിപ്പോൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള വാദങ്ങൾ കോർട്ട് പ്രൊസീഡിങ്സ് അവിടെ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ റേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
ബാക്കി റെസ്പോണ്ടന്റ് നമ്പർ 2 ടു റെസ്പോണ്ടന്റ് നമ്പർ 6 വരെയുള്ളവർക്ക് ഇനി അവിടെ കക്ഷി ചേരുവാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ നമുക്ക് ആ ഓർഡർ വായിക്കുമ്പോൾ മനസ്സിലാകും. എക്സ് പാർട്ടി ആയിട്ട് അവരെ അനൗൺസ് ചെയ്തു. അപ്പോൾ അന്ന് 14th ജനുവരിയിൽ റെസ്പോണ്ടന്റ് നമ്പർ 1 ആയ ഡെപ്യൂട്ടി ഡയറക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്ത അഡ്വക്കേറ്റ് അനുഭ ഭരദ്വാജ് ഒരു 8 weeks ടൈമും കൂടി തരണമെന്ന് രാജേഷ് മൽഹോത്ര സാറിൻ്റെ ബെഞ്ചിൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ റിക്വസ്റ്റിൻ്റെ ബേസിൽ 8 weeks ടൈം കൊടുത്തിരിക്കുകയാണ്. 8 weeks ടൈം ജനുവരി 14 മുതൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു കേസ് ഫർദർ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് 19 മാർച്ച് 19 ഇപ്പോൾ ഇനി ബാക്കി ഫർദർ കോർട്ട് പ്രൊസീഡിങ്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിലുള്ള കോർട്ട് പ്രൊസീഡിങ്സ് ന്യൂഡൽഹിയിലുള്ള അപ്പലേറ്റ് ട്രിബ്യൂണലിലുള്ള ഈ കോർട്ട് പ്രൊസീഡിങ്സിന് ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഡേറ്റ് വെച്ചിരിക്കുന്നത് മാർച്ച് 19 അപ്പോൾ ഈ 2 കേസ് അപ്ഡേറ്റുകൾ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ സെഷനിൽ വന്നത്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്നാലും എനിക്ക് ഇപ്പോൾ ഈ ഒരു 2 കേസ് അപ്ഡേറ്റുകളും ഷെയർ ചെയ്യുമ്പോൾ വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ നല്ല ഒരു രീതിയിലുള്ള മൂവ്സ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്മിങ് വീക്സിൽ ബാക്കിയുള്ള വളരെ നല്ല രീതിയിലുള്ള മൂവ്സുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ സെഷൻ നിർത്തുന്നു. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ ഹൈർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇന്നിപ്പോൾ ഈ കേസ് ഓർഡർ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഓർഡറിൽ ഇപ്പോൾ ഈ ബഡ്സ് ആക്ട് ഞാൻ ഡേ 1 മുതൽ ഞാൻ നമ്മുടെ വീഡിയോ സെഷനിൽ പറയുന്നതാണ്. ഇവിടെ ബഡ്സ് ആക്ടിൽ ഈ FIR റേസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ FIR റേസ് ചെയ്തവർക്ക് മാത്രമേ പൈസ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അലിഗേഷൻസ് ഒക്കെ പല കമൻറ്റുകളും നമ്മുടെ വീഡിയോ സെഷൻ്റെ താഴേക്ക് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ അവിടെ FIR-നല്ല അവിടെ റിലവൻസ്. അതിൻ്റെ അകത്ത് ആ പർട്ടിക്കുലർ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനെയും ഈക്വലിയാണ് കാണുന്നത്. FIR ഇട്ടാലും FIR ഇട്ടില്ലെങ്കിലും. അപ്പോൾ ഏതൊരു ഓർഡർ വായിച്ചാലും അതിപ്പോൾ ഈ കേസിൽ നിന്നല്ല വേറെ ഏത് കേസിൻ്റെ ഓർഡർ വായിച്ചാലും നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു പദം എന്ന് പറഞ്ഞാൽ ഇതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഈക്വലി അല്ലെങ്കിൽ ഇക്വിറ്റബിളി എന്ന് പറഞ്ഞാൽ അവർ നിക്ഷേപിച്ചിരിക്കുന്ന എമൗണ്ടിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ ഇപ്പോൾ അത്രയധികം തുക ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ബേസിസിൽ വേണം അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും സ്റ്റേ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രൊസീഡിങ്സ് ഹൈക്കോടതിയിലാണ് നടക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല നല്ല വാർത്തകൾ വരും വീക്കുകൾ ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ.